ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? പന്തക്കൊസ്ത കഴിഞ്ഞാലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ വർഷം മുഴുവൻ പന്തക്കൊസ്ത. ഹല്ലേലൂയ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിരിക്കുന്നു കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന ലോകം ഇന്നലത്തെ അഭിഷേകാഗ്നിയെ കണ്ടായിരുന്നോ? അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിൽ ചെയ്യണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദിവസങ്ങളിലൊക്കെ വാട്സപ്പിൽ മെയിലിൽ പലതരത്തിലും മെയിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് അയച്ചിരിക്കുന്നവരുടെ നിയോഗങ്ങൾ പറ്റുന്നിടത്തോളമൊക്കെ വായിക്കുന്നുണ്ട്. പ്രൈം എന്ന് പറഞ്ഞ് മറുപടി തരുന്നുണ്ട്. അപ്പോൾ അതിന് അവരെല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, എന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത് ബുക്ക് ഓഫ് സിറ, പ്രിയമുള്ള 32. അവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഇതാണ് കരുതൽ എന്നറിയാമോ എന്നുള്ളതാണ് ചോദ്യം. വചനം ഇതാണ്: ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. ഹല്ലേലൂയ. ചെറിയൊരു വചനമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ അതൊന്ന് ഉറക്കം പറയുന്നത് നല്ലതായിരിക്കും അല്ലേ? ഞാൻ പറയാം, മുതിർന്നവർക്ക് വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് മുതിർന്നവരേറ്റ് പറയാനാണ്. ഓരോ പ്രവൃത്തിയിലും പറഞ്ഞേ കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുവിന്റെ ആക്രമണം ഉണ്ടെങ്കിൽ കരുതിയിരിക്കും അല്ലെ. ഉദാഹരണമായി യുദ്ധത്തിന്റെ ഭീഷണിയൊക്കെ വരുമ്പോൾ നമ്മൾ നല്ലൊരു കരുതലിരിക്കും. ഈശോ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് ജാഗരൂകരായിരിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അത് പിശാചിനെ കുറിച്ച്, ലോകത്തിന്റെ മുഖങ്ങളിൽ എപ്പോഴും ഒരു ജാഗരൂകത, യേശുവിന്റെ 2ാം വരവിനെ കുറിച്ച് ജാഗരൂകത, ഇതിനെക്കുറിച്ച് എല്ലാ ദൈവത്തിന്റെ വചനങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു കരുതൽ വേണം. നമ്മൾ ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കടയിൽ പോയി ഒരു സാധനം മേടിക്കുമ്പോൾ ഒരു കരുതൽ വേണം അല്ലേ? അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ എന്ത് ജീവിതത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമുക്കൊരു കരുതൽ വേണം. ഉദാഹരണം പറയാം, ഒരു കൊച്ചിനെ നമ്മൾ ഒരു സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി വിടും, നമുക്കൊരു കരുതൽ വേണം അല്ലേ? അപ്പം അതുകൊണ്ട് ഈ കരുതൽ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നിയമാനുഷ്ഠാനം. അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: വചനപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും ചെയ്യുന്നെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് കരുതൽ. കാരണം നിയമം എപ്പോഴും നമ്മളെ സംരക്ഷിക്കുമല്ലോ. നിയമം അനുസരിച്ചു. നിയമത്തിന്റെ ലംഘനമാണല്ലോ പാപം, വചന ലംഘനമാണല്ലോ പാപം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഏറ്റവും പ്രൊട്ടക്ഷനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ കീപ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നുള്ള. അവിടെ പിന്നെ ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. നിയമം എപ്പോഴും നമ്മളെ സംരക്ഷിക്കും. നിയമം എന്തിനു വേണ്ടിയിട്ട്? അത് സംരക്ഷണം തരുന്നത്. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം, അതാണ് നിയമാനുഷ്ഠാനം. പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ കൈക്കൂലി കൊടുക്കരുത്, കൈക്കൂലി മേടിക്കരുത്, ഇതെല്ലാം ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിലൊരു കരുതലുണ്ട്. കാരണം അത് ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവും അല്ലേ? ദാനധർമ്മം, ഓരോ പ്രവൃത്തിയിലും കരുതലും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മാർഗം എന്താ? വചനത്തിലേക്ക് ധാരാളം ആവർത്തിച്ച് വായിക്കണം. ഞാൻ ഇന്നലെ ഒരു സഹോദരനെ കണ്ടപ്പോൾ സഹോദരൻ പറയാ, വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ബൈബിള് അവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വായിക്കും. ഒരു 4 മാസം കൊണ്ട് അങ്ങോട്ട് തീർന്നാമെന്ന് വന്നിട്ടുണ്ട്. കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി അല്ലേ? 3 പോയിട്ട് ഓരണമെങ്കിലും ഒരു അങ്ങനെയൊക്കെ കിട്ടുന്ന ഒന്നൊന്ന്. ഇപ്പൊ നമുക്കറിയാം, ഡാനിയൽസിന്റെ നേതൃത്വത്തിലൊക്കെ ബൈബിൾ വായനയൊക്കെ മനോഹരമായിട്ട് നടക്കും. അതെല്ലാം ഒരു ഇൻസ്പിറേഷൻസാണ്. അതൊരു വർഷം കൊണ്ട് തീരാനല്ല. പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അനുഗ്രഹിക്കട്ടെ കേട്ടോ. സന്തോഷം കേട്ടോ. കൂടെയുണ്ട്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രവൃത്തിയിലും ചെയ്യുമ്പോൾ കർത്താവ് ഞങ്ങൾക്കൊരു കരുതൽ വേണം. അതാണ് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ വചനങ്ങൾ പരിശുദ്ധാത്മ ജ്ഞാനത്താൽ കർത്താവെ നിറഞ്ഞ് പ്രവർത്തിക്കാൻ ഒരു കൃപയാണല്ലോ കർത്താവെ. ആ ഒരു അഭിഷേകവും കൃപ ധാരാളം വചനം വായിക്കണം, ധാരാളം വചനം പഠിക്കണം, വചനം കീപ്പ് ചെയ്യണം, അനുസരിക്കണം. ആ ഒരു കൃപ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. ആരൊക്കെ വെറുതെ അല്ല, സീരിയസ് ആയിട്ട് ആശീർവാദിക്കുന്നു, അപ്പോൾ തന്നെ സംഭവിച്ച് കഴിഞ്ഞു കർത്താവ്. അതുകൊണ്ട് ഈ വചനം വായിക്കാൻ, പഠിക്കാൻ, ഓർത്തിരിക്കാൻ, പരിശീലിക്കാൻ, കീപ്പ് ചെയ്യാൻ ആ ഒരു തടസ്സങ്ങളിൽ യേശുനാമത്തിൽ വിട്ടുപോട്ടെ. അതുകൊണ്ടാണ് അതുപോലെ തടസ്സം വരുന്ന കർത്താവ്. എൻ്റെ ദൈവമേ, ഈ മക്കളുടെ എല്ലാവരുടെയും മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ കർത്താവ് എത്ര ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്.
കർത്താവ് ഈ ആശീർവാദം കൊടുക്കുമ്പോൾ നാളത്തെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ചതെല്ലാം ആശീർവദിക്കുക. അതെല്ലാം സ്വീകാര്യമായി മാറട്ടെ കർത്താവ് അവിടുന്ന് തന്നെ ഇടപെടണം കർത്താവ്. ഞങ്ങൾക്ക് ഈശോ മാത്രമേ വേറെ ആരുമില്ല. ഈശോയുടെ നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.